സ്വാഗതം. കോവിഡ് മഹാമാരി പൊട്ടിപ്പുറപ്പെട്ട ആദ്യഘട്ടത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു സ്ഥാപനമാണ് ഡൽഹിയിലെ മർക്കസ് നിസാമുദ്ദീൻ. പകർച്ചവ്യാധി നിയമം ലംഘിച്ചുവെന്ന പേരിൽ പോലീസ് അടപ്പിച്ച മർക്കസും പള്ളി, മദ്രസ എന്നിവയും 2 വർഷത്തിനു ശേഷം തുറന്നുകൊടുക്കാൻ ഡൽഹി ഹൈക്കോടതി പോലീസിന് നിർദ്ദേശം നൽകിയിരിക്കുന്നു. നിസാമുദ്ദീൻ മർക്കസ് അടപ്പിച്ചത് ആഘോഷമാക്കുകയും ദിവസങ്ങളോളം അന്തിച്ചർച്ച നയിക്കുകയും ചെയ്ത മാധ്യമങ്ങളിൽ പലരും പക്ഷേ ഈ വാർത്ത അറിഞ്ഞിട്ടേയില്ല. തബ്ലീഗി ജമാഅത്തിൻ്റെ ആസ്ഥാനമായ നിസാമുദ്ദീൻ മർക്കസിൽ നടന്ന തബ്ലീഗ് സമ്മേളനമാണ് രാജ്യത്ത് കോവിഡ് വ്യാപനത്തിന് ഹേതുവായത് എന്ന തരത്തിൽ ദേശവ്യാപക പ്രചാരണമുണ്ടായി. നിസാമുദ്ദീൻ മർക്കസിനെതിരെ ദേശീയ പ്രാദേശിക മാധ്യമങ്ങൾ പ്രചരിപ്പിച്ച വ്യാജ കഥകൾ സാമൂഹിക മാധ്യമങ്ങളിലെ വിദ്വേഷ പ്രചാരകരും കൊണ്ടുപിടിച്ചു. ഇതോടെ നിസാമുദ്ദീൻ മർക്കസും അവിടെയുള്ള ബംഗ്ലാവാലി മസ്ജിദും മദ്രസയും ഹോസ്റ്റലുമെല്ലാം അധികൃതർ പൂട്ടി സീൽ വച്ചു. ലോക്ക്ഡൗൺ നിർദ്ദേശങ്ങൾ ലംഘിച്ച് സമ്മേളനം നടത്തി എന്നാരോപിച്ചായിരുന്നു 2020 മാർച്ചിൽ മർക്കസ് പൂട്ടിച്ചത്. ആയിരക്കണക്കിന് തബ്ലീഗ് പ്രവർത്തകർക്കെതിരെ കേസെടുത്ത് അറസ്റ്റ് ചെയ്തു. മാസങ്ങളോളം നിർബന്ധിത ക്വാറന്റൈനിന് വിധേയവുമാക്കി. വനിതകളടക്കമുള്ള നിരവധി വിദേശ പൗരന്മാരെയും മർക്കസിൽ നിന്ന് പോലീസ് പിടികൂടി ജയിലിലടച്ചു. വിസ നിയമം ലംഘിച്ചുവെന്ന കേസെടുത്തായിരുന്നു അറസ്റ്റ്. കോവിഡ് നിയന്ത്രണങ്ങൾ നീക്കിയ ശേഷവും 2 വർഷമായി സ്ഥാപനം തുറക്കാൻ കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള ഡൽഹി പോലീസും സർക്കാർ അധികൃതരും അനുവദിച്ചിരുന്നില്ല. തുടർന്ന് ഡൽഹി വഖഫ് ബോർഡ് 2021 കോടതിയിൽ സമർപ്പിച്ച അപേക്ഷയിലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ നിർണായക വിധി വന്നിരിക്കുന്നത്. മർക്കസിൻ്റെ താക്കോൽ എന്ത് അധികാരത്തിൻ്റെ പേരിലാണ് കൈവശം വച്ചിരിക്കുന്നത് എന്നാണ് ഹൈക്കോടതി പോലീസിനോട് ചോദിച്ചിരിക്കുന്നത്. 2020 മാർച്ച് 25 മുതലാണ് രാജ്യത്ത് ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചത്. അതിനു മുമ്പ് മർക്കസിൽ നടന്ന സമ്മേളനത്തിനെത്തിയവർ സമ്പൂർണ്ണ ലോക്ക്ഡൗൺ നിലവിൽ വന്നതോടെ യാത്ര ചെയ്യാനാവാതെ നിസാമുദ്ദീൻ മർക്കസിൽ കുടുങ്ങുകയായിരുന്നു. ഇവർക്കെതിരെയാണ് പിന്നീട് കോവിഡ് പരത്തുന്നവർ എന്ന പേരിൽ വ്യാജ പ്രചാരണങ്ങളും കഥകളും മാധ്യമങ്ങൾ പടച്ചുവിട്ടത്. തബ്ലീഗ് ആസ്ഥാനത്ത് ഇപ്പോഴും തുടരുന്ന നിയന്ത്രണങ്ങൾ തള്ളിക്കളഞ്ഞ ഹൈക്കോടതി കൈവശക്കാരനായ മൗലാന സഅദിന് താക്കോൽ തിരിച്ചേൽപ്പിക്കണമെന്നാണ് ഉത്തരവിട്ടിരിക്കുന്നത്. ആരിൽ നിന്നാണോ താക്കോലുകൾ പിടിച്ചെടുത്തത് അവർക്ക് തന്നെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞ ജസ്റ്റിസ് ജസ്മീൻ സിംഗ് പോലീസ് നടപടിയെ വിമർശിക്കുകയായിരുന്നു. മർക്കസ് മാനേജ്മെൻറ്റ് കോവിഡ് മാനദണ്ഡം ലംഘിച്ചെന്നാരോപിച്ച് സമുച്ചയത്തിലെ ബംഗ്ലാവാലി മസ്ജിദ്, കാശിഫുൽ ഉലൂം മദ്രസ, ഹോസ്റ്റൽ എന്നിവയും പ്രവേശനം വിലക്കിയ നടപടി തുടർന്ന് ഡൽഹി വഖഫ് ബോർഡാണ് ഹർജി സമർപ്പിച്ചിരുന്നത്. മർക്കസും ബംഗ്ലാവാലി മസ്ജിദും നിലനിൽക്കുന്ന ഭൂമിയുടെ ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന രേഖയും കെട്ടിട രൂപരേഖയും ഹാജരാക്കാൻ ഉത്തരവിടണമെന്നായിരുന്നു പോലീസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ആവശ്യപ്പെട്ടത്. 2020 മാർച്ചിൽ പോലീസ് അടച്ചുപൂട്ടിയ മർക്കസ് സമുച്ചയത്തിലെ 5 നിലകളിലുള്ള മസ്ജിദിൽ റമദാൻ മാസത്തിൽ നമസ്കാരം നിർവഹിക്കാനായി വിശ്വാസികൾക്ക് തുറന്നു കൊടുക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. ഉത്തരവ് റമദാനിന് ശേഷമുള്ള മാസങ്ങളിലേക്ക് കൂടി അനുമതി നൽകുകയായിരുന്നു. പിടിച്ചെടുത്ത മദ്രസയും അതുപോലെ തന്നെ ഹോസ്റ്റലും തുറക്കാൻ പോലീസ് അനുവദിച്ചിരുന്നു. കോടതി ഈ നിയന്ത്രണത്തെയാണ് ഇപ്പോൾ ചോദ്യം ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഒരു വ്യക്തിയിൽ നിന്ന് അത് കൈവശം വാങ്ങിയതാണ്, ആ വ്യക്തിക്ക് തന്നെ അത് തിരിച്ചു നൽകണം. ഈ സ്വത്തിൻ്റെ ഉടമാവകാശം സംബന്ധിച്ച കേസിലല്ല കോടതി ഈ ഉത്തരവ് പുറപ്പെടുവിക്കുന്നത്. അത്തരമൊരു കേസല്ല കോടതി മുമ്പാകെയുള്ളത്. സമുച്ചയത്തിൻ്റെ യഥാർത്ഥ അവകാശവാദവുമായി മുന്നോട്ട് വന്നിട്ടില്ലെന്ന വാദമുന്നയിച്ച പോലീസിനോട് ജസ്റ്റിസ് ജസ്മീൻ സിംഗ് ഇങ്ങനെയാണ് വ്യക്തമാക്കിയത്. ഹർജിക്കാരായ ഡൽഹി വഖഫ് ബോർഡല്ല, മുത്തവല്ലിയാണ് അവകാശം ഉന്നയിക്കേണ്ടത് എന്നായിരുന്നു പോലീസ് ഇതു സംബന്ധമായി കോടതിയിൽ വാദിച്ചത്. എന്നാൽ ഇവിടെ സ്വത്ത് തർക്കത്തിൽ വിധി പറയുകയല്ല കോടതി എന്നായിരുന്നു ജസ്റ്റിസ് ജസ്മീൻ സിംഗിൻ്റെ മറുപടി. ഇപ്പോൾ നിങ്ങളുടെ കൈവശമല്ലേ കെട്ടിടമുള്ളത്, എന്തധികാരത്തിലാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്? പകർച്ചവ്യാധി നിയമവുമായി ബന്ധപ്പെട്ടാണ് കേസെടുത്തിട്ടുള്ളത്. അതിപ്പോൾ അവസാനിച്ചു കഴിഞ്ഞു. പകർച്ചവ്യാധി നിയമപ്രകാരം നിങ്ങൾ ഒരു സ്വത്ത് പിടിച്ചെടുത്താൽ ആ സമയത്ത് സ്വത്ത് കൈവശം വെച്ചിരുന്നയാൾ അത് തൻ്റെ കൈവശമുള്ളതായിരുന്നുവെന്ന് സ്ഥാപിച്ചു കിട്ടാൻ പിന്നീട് മറ്റൊരു ഹർജി നൽകണമെന്നാണോ നിങ്ങൾ പറയുന്നത്? കോടതി
പോലീസിനോട് ചോദിച്ചു. എന്നാൽ കൈവശക്കാരൻ തന്നെ അവകാശം ഉന്നയിച്ച് മുന്നോട്ട് വരണമെന്ന് പോലീസ് വക്കീൽ വാദിച്ചു. എന്നാൽ മർക്കസിൻ്റെ താക്കോൽ കൈവശക്കാരന് നേരിട്ട് കൈമാറണമെന്ന് കോടതി പോലീസിന് നിർദ്ദേശം നൽകുകയാണ് ചെയ്തത്. മർക്കസ് മേധാവിയും മുത്തവല്ലിയുമായ സാദ് മൗലാനയിൽ നിന്നാണ് കെട്ടിടത്തിൻ്റെ താക്കോൽ പോലീസ് പിടിച്ചെടുത്തതെന്ന് സമ്മതിച്ചിരുന്നു. എന്നാൽ അദ്ദേഹം ഇപ്പോൾ ഒളിവിലാണ് എന്ന രീതിയിലാണ് കോടതി. എന്നാൽ അദ്ദേഹം നിസാമുദ്ദീനിൽ തന്നെയുണ്ടെന്നും ആവശ്യമാകുന്ന ഘട്ടത്തിൽ അധികൃതരുടെ മുന്നിൽ ഹാജരാവാൻ തയ്യാറാണെന്നും നിസാമുദ്ദീൻ മർക്കസിനു വേണ്ടി വാദിച്ച അഭിഭാഷകൻ പറഞ്ഞു. കോടതിയുടെ രൂക്ഷ വിമർശനത്തെ തുടർന്ന് കെട്ടിടം നിസാമുദ്ദീൻ മർക്കസ് അധികൃതർക്ക് കൈമാറുന്നതിൽ യാതൊരു വിരോധവുമില്ലെന്ന് പോലീസ് അഭിഭാഷകൻ കോടതിയെ ബോധിപ്പിക്കുകയായിരുന്നു. എന്നാൽ യാതൊരുവിധ ബോണ്ടും നൽകാതെ തന്നെ, അതിൻ്റെ ആവശ്യമില്ലാതെ തന്നെ കെട്ടിടത്തിൻ്റെ താക്കോൽ ഉടമസ്ഥന് കൈമാറണമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ സീനിയർ അഭിഭാഷകനായ സഞ്ജയ് ഘോഷ്, അഡ്വക്കേറ്റ് വജീദ് സഫീഖ് എന്നിവരാണ് വഖഫ് ബോർഡിനു വേണ്ടി കോടതിയിൽ ഹാജരായത്. അതുപോലെ തന്നെ പ്രമുഖ അഭിഭാഷകനായ റബേക്ക എം ജോൺ, അതുപോലെ ഫുസൈൽ അഹമ്മദ് അയ്യൂബി എന്നിവരാണ് മർക്കസ് നിസാമുദ്ദീനു വേണ്ടി കോടതിയിൽ ഹാജരായത്. ഡൽഹി പോലീസിനു വേണ്ടി അഡ്വക്കേറ്റ് രജത് നായരാണ് അഭിഭാഷകനായി എത്തിയത്. ഏതായാലും 2 വർഷം മുമ്പ് കോവിഡ് വാഹകരെന്ന പേരിൽ വ്യാപകമായ പ്രചാരണത്തിന് വിധേയരായ ഡൽഹി മർക്കസിലെ തബ്ലീഗി പ്രവർത്തകർക്ക് ഇപ്പോൾ ആശ്വസിക്കാവുന്ന വിധിയാണ് വന്നിട്ടുള്ളത്. മർക്കസ് പ്രതിനിധി ഡോക്ടർ മുഹമ്മദ് സുഹൈബ് നൽകിയ അഭിമുഖത്തിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങൾ. तो जब वहाँ पे जो लोग फंसे रह गए तो उन्होंने कंसर्न अथॉरिटी को, थाने को, एसडीएम को, डीएम को अप्रोच किया कि हमारे यहाँ लोग आए थे और क्योंकि अचानक लॉकडाउन लग गया है, लोग नहीं जा पाए हैं और हमारे पास ट्रांसपोर्ट की भी सर्विस है, हमने अरेंज कर लिया है, हमारे पास ड्राइवर भी हैं, सारे गाड़ी के नंबर और लाइसेंस ड्राइवर के दिए कि आप हमें सिर्फ परमिट कर दें कि हम इनको इनके डेस्टिनेशन तक पहुँचा दें। तब जब हमने उनको अप्रोच किया तब ये बात फिर वहाँ पर आई कि यहाँ पर इतने लोग हैं और उसको फिर एक नेगेटिव इमेज बनाकर मीडिया, इसमें मीडिया का भी बहुत बड़ा रोल था कि मीडिया ऐसे नेगेटिव इमेज बनाकर पब्लिक के सामने लाया था और उस पर मरकज़ निज़ामुद्दीन पर एक इल्ज़ाम लगा था कि ये कोरोना स्प्रेड कर रहे हैं, इन्होंने कोरोना स्प्रेड किया है। उसको लेकर इन्होंने मरकज़ को क्लोज़ कर दिया था और हालांकि बाद में रेस्पेक्टेड हाई कोर्ट्स और सुप्रीम कोर्ट से सारे मैटर सॉल्व हो गए और उसमें कई हाई कोर्ट्स का कमेंट्स भी आ गया कि मरकज़ निज़ामुद्दीन ने कोरोना का स्प्रेड नहीं किया है और जो वहाँ पर लोग थे क्योंकि वो खुद ही पॉजिटिव नहीं पाए गए तो वो कैसे कोरोना का स्प्रेड कर सकते हैं। बॉम्बे हाई कोर्ट का और मद्रास हाई कोर्ट का इस पर कमेंट था। मुझसे अगर एग्जैक्ट नंबर पूछेंगे तो ये कोर्ट ने भी पूछा था कि कितने लोगों को कोरोना पॉजिटिव हुआ। जो हेल्थ डिपार्टमेंट ने कोर्ट में लिस्ट पेश करी, वो एक लिस्ट पेश करी थी कि इतने लोगों को हुआ, नंबर्स थे, किसी की रिपोर्ट्स नहीं थी। तो कोर्ट ने कहा कि आप मुझे रिपोर्ट दो ना, आप लिस्ट बना के ले आए हो कि 300 लोगों को पॉजिटिव दिखा रहे हो, फना 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 पॉजिटिव। हमने भी जो थी मिनिस्ट्री ऑफ हेल्थ दिल्ली गवर्नमेंट से मांगा था कि आप हमें दीजिए रिपोर्ट्स, हमारे कितने लोगों को कोरोना पॉजिटिव हुआ है उसकी रिपोर्ट दें। उन्होंने हमें भी नहीं दी थी वो रिपोर्ट। लेकिन कल एक बहुत अफसोसनाक बात कोर्ट में हुई कि मिस्टर रजत नायर ने बार बार ये कहा कि मौलाना साद एब्सकॉन्डिंग हैं। मौलाना साद तो निज़ामुद्दीन में रह रहे हैं, उन्होंने बार बार वर्ड यूज़ किया कि मौलाना साद इज एब्सकॉन्डिंग। तो मौलाना साद एब्सकॉन्डिंग तो नहीं है, मौलाना साद अभी मलेशिया गए और उससे पहले उम्रा करने गए थे तो उनके डिपार्टमेंट से परमिशन इन्फॉर्म किया था, वैलिड वीज़ा पे गए थे। अभी भोपाल होकर आए हैं, भोपाल में बहुत बड़ा इज्तिमा किया तो उन्होंने, तो मौलाना साहब तो निज़ामुद्दीन में है, 5 वक्त की नमाज़ पढ़ा रहे हैं।